ഇതിലേത് സ്റ്റേജിലും പോകാം എന്ന് പറയുന്നുണ്ട്. ഇതര പ്രാചീന ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നുണ്ട്. ഭാരതീയ ചിന്തയിൽ എപ്പോൾ വേണമെങ്കിലും സന്യാസം രണ്ട് വിധമാക്കിയത് മുടന്തൻ, ധനം വാങ്ങുന്ന അധ്യാപകൻ, തൊഴിലായി ചെയ്യുന്ന അധ്യാപകൻ, അംഗവൈകല്യങ്ങളുള്ളയാൾ, രോഗങ്ങൾ വല്ലാതെ ഗ്രസിച്ചിരിക്കുന്നയാൾ, ഇങ്ങനെ ഒട്ടേറെ പേരെ സന്യാസത്തിന് വിലക്കിയിട്ടുണ്ട്. എല്ലാവർക്കും കടന്നു ചെല്ലാവുന്ന മേഖലയല്ല സന്യാസം. കാരണം മനസ്സിൻ്റെ ശാന്തി എല്ലാവർക്കും കിട്ടില്ല. ആഗ്രഹങ്ങളെല്ലാം നെയ്യുന്ന മനസ്സുള്ളവരെ പൂർണ്ണമായും വിലക്കി. ഇന്ന് എല്ലാ മതങ്ങളിലും സ്ഥാപനങ്ങൾ വളരെ കൂടുതലായതുകൊണ്ട് ഈ നിയമമൊന്നും നടക്കില്ല. പഴയ കാലത്ത് നടക്കും. എല്ലാ മതങ്ങളും സ്ഥാപനങ്ങളെ കണ്ടമാണ് ഉണ്ടാക്കുന്നത്. ഈ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയാൽ ഒന്ന് ഗവൺമെൻറ് നിയമം അനുസരിച്ച് ജോലിക്കാരെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഗൃഹസ്ഥന്മാരും സന്യാസിമാരും ഒക്കെ ചേർന്ന് ആദ്യം ചിന്തിക്കുന്നത് സന്യാസത്തിൻ്റെ പേരിൽ തുടങ്ങാമെന്നാണ് ഗൃഹസ്ഥന്മാർ തന്നെ പറയുന്നത്. നല്ല പൈസയുള്ള ഗൃഹസ്ഥന്മാരെ ഏതെങ്കിലും സ്വാമിയെ കണ്ടുപിടിച്ചിട്ട് പറയും, സ്വാമി നമുക്കൊരു സ്ഥാപനം തുടങ്ങിക്കളയാം. ഇതിനോട് താൻ തുടങ്ങിയാൽ പോലെ അതുപോലെ സ്വാമി ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തൊഴിൽ നിയമങ്ങൾ വളരെ ആശ്രമം ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥന്മാർ വലിയ ശല്യം ചെയ്യില്ല. ഒന്നാമത്തെ മെച്ചമാണ്. രണ്ടാമത്തെ മെച്ചം, ഈ ആശ്രമം എന്ന് പറയുമ്പോൾ നാട്ടിലുള്ള പിള്ളേരെല്ലാം സന്യാസത്തോട് താല്പര്യമുള്ളതുകൊണ്ട് ശമ്പളമൊന്നും കൊടുക്കണം. തീറ്റ കൊടുത്താൽ ഇവന്മാർ മാട് പോലെ അതിലാണെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ പാസ്സായിരിക്കും. അതിനെയൊക്കെ നിയമിച്ചു കഴിഞ്ഞാൽ നല്ല ശമ്പളം കൊടുക്കും. ഗവൺമെൻറ് നിയമം അനുസരിച്ച് EPF ES കേസ് വേറെ. ഇവർക്കെല്ലാം സ്വാമി ഒരു വേഷമൊക്കെ കൊടുത്ത് കുറച്ചു കാലം ബ്രഹ്മചാരിണികൾ, പിന്നെ അത് കഴിഞ്ഞാൽ അവർക്ക് സന്യാസമൊക്കെ കൊടുത്താൽ അവർ 10-50 കൊല്ലം സുഖമായിട്ട് ഇവിടെ കിടന്ന് ജോലി ചെയ്തോളും. നമ്മുടെ സ്കൂളിൽ അവർ ടീച്ചേഴ്സായിട്ട് ചെയ്യും. അപ്പുറത്ത് നമ്മുടെ ഹോസ്പിറ്റല് അവിടെ ഒരു നഴ്സായിട്ട് ജോലി ചെയ്യും. തൂത്തുവാരുന്നതും അവരായിരിക്കും. കാരണം സ്ഥാപനത്തിന് വേണ്ടി അവരെ നമുക്ക് തിരിക്കാൻ പറ്റും. അവരവിടെ കിടന്ന എല്ലാ പരിപാടിയും ചെയ്തോളും, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഈ സ്ഥാപനം എന്നും സാധനം നിലനിർത്തുന്നതിനാകുമ്പോൾ ഇവരെയെല്ലാം അതിനകത്ത് ചേർക്കും. ഇന്ത്യയിലുടനീളം നിങ്ങൾക്ക് കാണാവുന്ന ഫലം അതിൻ്റെ സംഘർഷങ്ങളും ബാക്കിയുള്ളതുമാണ്. മെച്ചങ്ങൾ സാമ്പത്തികമായി വളരെ ഉണ്ടെങ്കിലും ഇതാദ്യം രൂപപ്പെടുത്തിയ ആചാര്യവര്യന്മാരുടെ ചിന്തകൾക്ക് വിമർശനം വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ആകെ. അതുകൊണ്ട് കുറേ നിയമങ്ങളുണ്ട്. ഇന്ന ആളുകളൊന്നും സന്യസിക്കാൻ യോഗ്യരല്ല. അപ്പോൾ ഒരു ചോദ്യം ബാക്കി വരും, എക്സ്ക്ലൂഷൻ ഉണ്ട് ഇതിനല്ലേ? അതിന് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് സന്യസിക്കാം. ആ സന്യാസത്തിന് പേര് ആതുര സന്യാസമാണ്. അവർക്ക് മരിക്കാൻ പോകുമ്പോൾ സന്യാസം ചെയ്യും. മോക്ഷം അവർക്കും തടയുന്നൊന്നുമില്ല. മറ്റേ സന്യാസത്തിൻ്റെ അതേ ലെവലിൽ അഗ്നി ജ്വലിപ്പിച്ച് അതേ രീതിയിൽ കർമ്മങ്ങളോടുകൂടി അവർക്ക് സന്യസിക്കാം.
പക്ഷെ അവരിലൂടെ ശിഷ്യ പരമ്പരയൊന്നുമില്ല. മരിക്കാൻ പോകുന്ന സമയത്ത് സന്യസിച്ച് മോക്ഷത്തിലേക്ക് പോകണം. അതിന് ആതുര സന്യാസമാണ്. സന്യാസത്തിൽ വേറെയും ഉൾപ്പിരിവുകൾ പലതുമുണ്ട്. പ്രധാനമായി ഇതിനെ രണ്ടായി കാണും. ശാസ്ത്രം അറിഞ്ഞ് ശാസ്ത്രം പഠിച്ച് അത് സാധന ചെയ്ത് പോകും. അങ്ങനെ പോകുന്നയാൾ പ്രാചീന നിയമപ്രകാരം ഒരു വസ്ത്രമേ ഉപയോഗിക്കാവൂ. ഏറ്റവും പഴയ നിയമമാണെങ്കിൽ മുറിച്ച് ഉടുക്കരുതെന്നാണ് പറയുന്നത്. 2 കഷ്ണമായി ഉടുക്കരുതെന്നാണ് പറയുന്നത്. ആ ഏക വസ്ത്രം എന്ന നിലയിലാണ് ബുദ്ധമതവും പിന്നീട് ക്രിസ്തുമതവും നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന ലോഹയെ രൂപപ്പെടുത്തിയത്. അത് നിങ്ങളതിൻ്റെ ആദിമ സംസ്കാരങ്ങളും ആദിമ രീതികളും പഠിച്ചാൽ നിങ്ങൾക്കത് ബോധ്യമാണ്. ഏകവസ്ത്രമാണ് ഏറ്റവും പ്രാചീന സന്യാസ സമ്പ്രദായത്തിൻ്റെ സൂചന നൽകുന്നത്. കറക്റ്റ് പദം ഏകീ വസ്ത്രം എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. അതേ അണിയാവുന്നതാണ്. അത് ഏറ്റവും ലളിതമായി മാത്രമേ സ്വീകരിക്കാവുന്നതാണ്. ശുചിയായ ജീർണവസ്ത്രം എന്നാണ് പ്രാചീന ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. ഏറ്റവും ശുചിയായിരിക്കണം. ആളുകൾ കരോചകമാകരുത്. ഏറ്റവും ലളിതമായി. കാരണം മാതൃക ലോകത്തിന് സന്യാസിയാണ്. അതുകൊണ്ട് ആഡംബരങ്ങളൊന്നും അരുതെന്നാണ്. അതിന് എക്സെപ്ഷനുണ്ട്. മഠത്തിൻ്റെ ചുമതലയിലിരിക്കുന്നയാൾ മുതലായവർക്ക് സ്ഥാനചിഹ്നങ്ങളോട് കൂടിയ വസ്ത്രങ്ങൾ, അവരതിനെ നിയന്ത്രിക്കാൻ പ്രാപ്തരായതുകൊണ്ട് അവർ സ്വീകരിക്കുന്ന വസ്ത്രമല്ലത്. അത് ആ സ്ഥാനത്തിൻ്റെ മാത്രമാണ്. അത് അത്രയും കാലത്തേക്ക് മാത്രമാണ്. ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയാൽ പഴയ പോലെ, ആ സ്ഥാനത്ത് കയറുന്നവരെ പഴയ പോലെ. അത് പ്രത്യേകം ഓർക്കുകയും വേണം. ഇല്ലെങ്കിൽ ഞാനൊരു ഉപദ്രവം ചെയ്തിട്ടായിരിക്കും ഇവിടുന്ന് പോകുന്നത്. അതുകൊണ്ട് പ്രാചീനതയിൽ വളരെ കൃത്യമായി സന്യാസത്തെ തുലനം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന ആളുകൾ സന്യസിക്കരുത്. സന്യസിക്കുമ്പോൾ ഏറ്റവും ലളിതമായി ആഗ്രഹങ്ങളറ്റ ആളിന് മാത്രമേ മറ്റൊരാളിൽ നിന്ന് ഒരു സാധനം വാങ്ങി ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. ഭിക്ഷുവാണ് സന്യാസി, സ്വന്തമായി പാകം ചെയ്യാത്തവൻ. ഭിക്ഷ എടുത്ത് കഴിയണം എന്നാണ്. അതിനാണ് ഭിക്ഷ എന്ന് പറയുന്നത്. കാരണം തൻ്റേതായി ഒന്നുമില്ല എന്നൊരവസ്ഥയിലേക്ക് ഒരാൾ ഉയർന്നാൽ എല്ലാം തൻ്റേതായതുകൊണ്ട് എവിടെയും അയാൾക്ക് വേണ്ടുന്നത് കിട്ടും. അയാൾക്കുള്ളത് അവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇതേക്കുറിച്ചൊരു തർക്കം നടക്കുന്നുണ്ട് ഒരു ഗുരുവും ശിഷ്യന്മാരും തമ്മിൽ. ഗുരുവിൻ്റെ പേര് രാമതീർത്ഥൻ എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല. സ്വാമി രാമതീർത്ഥൻ പേരുള്ള ആളായിരുന്നു. പടിഞ്ഞാറൻ നാടുകളിലൊക്കെ പോയിട്ടുള്ള ആളാണ്. വിവേകാനന്ദ സ്വാമിയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആൾ. അദ്ദേഹം രാവിലെ നടക്കാൻ, അദ്ദേഹത്തിന് 8 മണി അതുപോലുള്ളൊരു കൃത്യസമയത്താണ് രാവിലത്തെ ആഹാരം കഴിക്കുക. നിഷ്ഠയുള്ള ആളാണ്. അപ്പോൾ ശിഷ്യന്മാരൊരു ദിവസം തീരുമാനിച്ചു ഇയാളെ ഒന്ന് പറ്റിക്കണം. കുറച്ച് ദൂരം നടത്തിയിട്ട് 9-10 മണിയാകുമ്പോഴേക്ക് കൊണ്ടുവരിക. അപ്പോൾ എങ്ങനെ 8 മണിക്ക് കഴിക്കും എന്നൊന്ന് ഗുരുവിനെ പറ്റിക്കണം തോന്നി. ശിഷ്യന്മാർക്ക് പലപ്പോഴും പല സമയങ്ങളിലും ഗുരുക്കന്മാരോട് തോന്നാറുള്ളൊരു കുസൃതിയാണ്. അതിൻ്റെ പേരിൽ
ഇവർ പറഞ്ഞു ഇന്ന് നമുക്ക് കിഴക്കോട്ട് നടക്കാമെന്ന്. അദ്ദേഹം പറഞ്ഞു ആകാം, ചലിയെ. അപ്പം അദ്ദേഹം ഉപയോഗിക്കുന്നൊരു പദമുണ്ട്, ചലിയെ രാം ബാദുഷാഹെ, രാമൻ ചക്രവർത്തിയാണെന്നാണ് പറയുക. ഇവർ കേൾക്കുന്നത് രാമതീർത്ഥൻ ചക്രവർത്തിയാണ്. അദ്ദേഹം പറയുന്നത് രാം ബാദുഷാഹെ, അദ്ദേഹത്തിൻ്റെ രാം വേറെയാണ്. അപ്പോൾ ഇവർ നടന്ന് ഒരു വനത്തിൽ കൂടെ നടന്നു. ഇവർ നിർബന്ധമായും ആൾപ്പാട്ടില്ലാത്ത സ്ഥലത്തൂടെ തന്നെ അദ്ദേഹത്തെ നടന്നു. 8 മണി അടുക്കാറായപ്പോൾ, 10-15 മിനിറ്റ് ആയപ്പോൾ അവർ പറഞ്ഞു, മഹാരാജ് രാവിലത്തെ ഭക്ഷണത്തിൻ്റെ സമയം കടന്നുപോയി, നമ്മൾ വളരെ ദൂരം നടന്നാലേ ഇനി ആശ്രമത്തിലെത്തുള്ളൂ, അടുത്തൊന്നും യാതൊരു സൗകര്യമില്ല. അപ്പോഴും അദ്ദേഹം പറഞ്ഞു ചലിയെ രാം ബാദുഷാ. കറക്റ്റ് 8 മണിക്കൊരു അല്പനിമിഷമുള്ളപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു, മഹാരാജ് അമ്മ ഭക്ഷണമൊക്കെ വെച്ച് അവിടെ കാത്തു നിൽക്കുന്നു, അങ്ങും ശിഷ്യഗണങ്ങളും കൂടെ അവിടെ ഒന്ന് കഴിച്ചിട്ട് പോകും. അപ്പം അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു, അവിടെ പോയി ഭക്ഷണമൊക്കെ സുഭിക്ഷമായി കഴിച്ചു. തിരിച്ച് നടക്കുന്ന സമയത്ത് ഇവർക്കുണ്ടായ സംശയം, നമ്മളിങ്ങനെ ചെയ്യുമെന്ന് മുൻകൂട്ടി കണ്ട് അവിടെ ആരെയെങ്കിലും ചട്ടം കെട്ടിയോന്നായി. എന്നാലും ഈശ്വരനെ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ പോയാലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. വളരെ അപൂർവമായി മാത്രമേ ഈശ്വരനെ അനുഭവിക്കാനും ഈശ്വരനെ കണ്ടെത്താനും ഒക്കെ പറ്റുള്ളൂ. അത് അപൂർവം ചിലർക്ക് വിധിച്ചിട്ടുള്ളതാണ്. ആ വിശ്വാസമുള്ളവൻ എതിലേ സഞ്ചരിക്കുമ്പോഴും അവൻ അത് മാത്രമേ വിശ്വസിക്കൂ. ആര് വിളിച്ചാലും എതിലേ പോയാലും അങ്ങനെയുള്ളവൻ ഈശ്വരനെ അല്ലാതെ മറ്റൊന്നിനെയും വിശ്വസിക്കും. ആ അവസ്ഥയിൽ വരുമ്പോഴാണ് ഭിക്ഷയെടുക്കാൻ യോഗ്യനാകുന്നത്, ഭിക്ഷുവാകുന്നത്. സന്യാസത്തിന്റെ ഏറ്റവും നല്ല തലങ്ങളിലൊന്നാണ്. അതിന് യോഗ്യത നേടുന്നതിന് ഒട്ടേറെ കാര്യങ്ങൾ. അങ്ങനെയുള്ള ആൾ ശാന്തനായിരിക്കണം, അഹിംസാലുവായിരിക്കണം, ഒന്നിനെയും ഹിംസിക്കരുത്. ഹിംസ ശാരീരികം, മാനസികം, വാചികം. ഹിംസയില്ലാത്ത വാക്കുകളായിരിക്കണം ഉപയോഗിക്കുന്നത്. മനസ്സ് ഒരിക്കലും ഹിംസാപ്രധാനമാകരുത്. ലോകത്തൊന്നിനു പോലും നാശം വരാൻ ആഗ്രഹിക്കരുത്. ഒരു ജീവിയെ പോലും ഉപദ്രവിക്കരുത്. ക്രിസ്തു പറയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ജീവനുള്ളതോ രക്തം ചുവക്കുന്നതോ ആയ യാതൊന്നും ഞാൻ എൻ്റെ നാവിൽ വെച്ചിട്ടില്ല, അതുകൊണ്ട് പിതാവേ സ്വർഗരാജ്യം എനിക്കുള്ളതാണ്. അതുകൊണ്ട് അഹിംസയുടെ എത്ര ഉയർന്ന അവസ്ഥയിൽ അദ്ദേഹമായിരുന്നു എന്ന് ആ വചനങ്ങൾ സൂചിപ്പിക്കുന്നു. നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ, ഞാൻ അത് കോട്ട് ചെയ്യുമ്പോൾ തോന്നുന്നു എന്ന് പറയുന്നത് എൻ്റെ മര്യാദ കൊണ്ട് പറഞ്ഞതാണ്. കാരണം നിങ്ങൾ ആ രംഗത്താണ് ജീവിക്കുന്നത്. അദ്ദേഹം വളരെ ഉറപ്പിച്ച് പറയുന്നതാണ്, രക്തം ചുവക്കുന്നതോ ജീവനുള്ളതോ ആയ ഒന്നും ഞാൻ എൻ്റെ നാവിൽ വച്ചിട്ടില്ല, അതുകൊണ്ട് സ്വർഗരാജ്യം എനിക്കുള്ളതാണ്. ജീവനോടുള്ള സമീപനം, അഹിംസ, സത്യം. സത്യമേകമാണ്, അത് ഈശ്വരനാണ്. ബാക്കി കാണുന്ന ജഗത്തിലെ ഒന്നും സത്യമല്ല. ആ നിലയ്ക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടതല്ല സത്യം.
നമ്മൾ സത്യമെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടത് കേട്ടത് ഒക്കെയാണ്. അതുകൊണ്ട് സത്യം പുലർത്താൻ ആഗ്രഹിക്കുന്നവൻ ഹിതമാണ് പുലർത്തുന്നത്, പ്രിയമല്ല, ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടതല്ല. ഹിതം മാത്രമേ പുലർത്താവൂ. ഒരു കാര്യം കണ്ടാൽ പ്രിയം കാരണം ഞാൻ കണ്ടതാണ് എന്ന് പറയുക, പ്രിയം കാരണം കണ്ടിട്ടും കണ്ടില്ല എന്ന് പറയുക. ഇതാണ് ലോകം പുലർത്തുന്നത്. എനിക്ക് പ്രിയമുള്ളയാളാണ് തെറ്റ് ചെയ്തത്, അത് കണ്ടു, അയാളെ ശിക്ഷിക്കാതിരിക്കാൻ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുക. പ്രിയമുള്ള ആളിനെതിരെയാണ് ചെയ്തത്, അതുകൊണ്ട് കണ്ടു എന്ന് പറയും. രണ്ടും സത്യമല്ല. സത്യം അവിടെ രണ്ടു കൂട്ടർക്കും ഹിതമേതാണ്, ലോകത്തിന് ഹിതമേതാണ് നാളെ. പഴയ കാല ജീവിതം ഹിതം നോക്കിയാണ്. ഒരു വീട് ഭരിക്കുന്ന പിതാവ് ഹിതമാണ് പറഞ്ഞത്, സത്യമല്ല പറഞ്ഞത്, ഇന്ദ്രിയങ്ങളുടെ സത്യമല്ല പറഞ്ഞത്. പഠിപ്പിക്കുന്ന ഒരു ആചാര്യൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നത് ഹിതമാണ്, ഇന്ദ്രിയങ്ങളുടെ സത്യമല്ല, പ്രിയമല്ല. മാധ്യമങ്ങൾ ഹിതമാണ് പ്രചരിപ്പിച്ചത്. 50 കൊല്ലം മുമ്പ് മാമ്മൻ മാപ്പിളയുടെയും KP കേശവമേനോന്റെയും ഒക്കെ കാലത്തെ മനോരമയും മാതൃഭൂമിയും എടുത്താൽ ഹിതമാണ് അതിൽ നടക്കുന്നത്. സത്യമെല്ലാം വിളിച്ചു പറയല്ലേ. ലോകത്തിന് ഹിതമായാണ് അത് എഡിറ്റ് ചെയ്യുന്നത്. പുതിയ പത്രപ്രവർത്തനം ഹിതമല്ല നോക്കുന്നത്, പ്രിയവും ഇന്ദ്രിയ പരിപ്രേക്ഷ്യമുള്ള ലൗകിക സത്യവും. അതിനാണ് ഒളിക്യാമറയും അത് നോക്കുന്നത്. അതുകൊണ്ട് ലോകർക്ക് യാതൊരു പ്രയോജനവുമില്ല. സോഷ്യൽ നെറ്റ്വർക്ക് മുഴുവനാണ്. ആവശ്യമില്ലാത്തത് ലോകത്തെ അറിയിച്ച് ലോകത്തിന് വേവലാതി ഉണ്ടാക്കുക, അവന്റെ സർഗശക്തിയെ നശിപ്പിക്കുക, സംഘർഷപൂരിതമാക്കുക ജീവിതം. എനിക്കാവശ്യമില്ലാത്തത് അറിയാതിരിക്കുന്നതാണ് സുഖം. ലൗകിക വിഷയങ്ങളെല്ലാം അറിഞ്ഞ് ശാന്തി ഉണ്ടാവില്ല. ലൗകിക വിഷയങ്ങൾ അറിയും തോറും എൻ്റെ ഏകാഗ്രത വഞ്ചിക്കപ്പെടും. മാത്രവുമല്ല, അറിയും തോറും മോശമായ കാര്യങ്ങൾ അനുകരണീയമായി തീരും. അറിയാതിരുന്നാൽ പലതും പ്രചരിക്കാതിരിക്കും. സാധ്യതകളെക്കുറിച്ചുള്ള അറിവ് മനുഷ്യനെ ഒരുപാട് നശിപ്പിക്കാനിടയിൽ. അതാണ് പഴയതും പുതിയതും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. പുതിയതെല്ലാം അറിയുക, വീടുകളിലാണല്ലോ അതെ. ലോകം എല്ലാം അറിയട്ടെ. ലോകം അറിഞ്ഞതുകൊണ്ട് കഴിഞ്ഞുപോയ ഒരു കാര്യവും തിരുത്താൻ പറ്റില്ല. ആരും അറിഞ്ഞിട്ട് തിരുത്താനും പോകുന്നില്ല. ഉത്തമന്മാരല്ലാതെ ആരും തിരുത്തില്ല ജീവിതം. ലോകത്തെ ശാസിച്ചോ ശിക്ഷിച്ചോ ഒന്നും നന്നാക്കാനാവില്ല. ഗുരുക്കന്മാരുടെ സ്നേഹമുള്ള ശിക്ഷാവ്യവസ്ഥിതികളിലൂടെ
ബ്രഹ്മചാരികളെ നന്നാക്കിയെടുക്കാനാവും. അവിടെ ശിക്ഷയുടെ പിന്നിൽ വേദനയല്ല, ബഹുമാനമുള്ള ആദരവുള്ള ഒരു വാത്സല്യമാണ് അനുഭവിക്കുന്നത്. അവർക്ക് ബഹുമാനം തോന്നുന്ന ഒരു വാത്സല്യമാണ് അനുഭവിക്കുന്നത്. എൻ്റെ ആചാര്യൻ എന്നെ തല്ലുമ്പോൾ ആ തല്ലെനിക്ക് ഇഷ്ടപ്പെടുന്നതിന് കാരണം ഞാൻ അദ്ദേഹത്തെ ആദരിക്കുന്നതുകൊണ്ടാണ്. പോലീസിനോട് ആ ആദരവൊന്നും നമുക്കില്ല. അവരുടെ തല്ല് കൊണ്ടു കഴിഞ്ഞാൽ ചെയ്ത തെറ്റിനേക്കാൾ വലിയ തെറ്റിന് തലച്ചോറ് പ്ലാൻ ഉണ്ടാക്കുകയാണ്. കോടതിയിൽ നിന്ന് ഒരു ശിക്ഷ വാങ്ങിക്കഴിഞ്ഞാൽ അയാൾ എണ്ണപ്പെട്ട ക്രിമിനലായി മാറുക. കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ളത് അമേരിക്കയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടെ ജയിലുകളല്ല ഉള്ളത്. അവിടെ ചെല്ലുന്നവനെ സംസ്കരിച്ചെടുക്കുന്നതിനുള്ള പദ്ധതികളാണ് അവർ ആസൂത്രണം ചെയ്തത്. റെഫർമേറ്ററികളാണ്. നമ്മുടെ രാജ്യത്ത് ജയിലിലേക്ക് പോയിട്ട് ഇറങ്ങി വന്നാലാണ് അവൻ കൂടുതൽ വലിയ ക്രിമിനലായിത്തീരുന്നത്. വീടുകളിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ശിക്ഷിച്ചിട്ടുള്ള, സ്നേഹമില്ലാതെ ശിക്ഷിച്ചിട്ടുള്ള അച്ഛനമ്മമാണ്. കൂടുതലും അധ്യാപകരുടെ മക്കൾ. ഏറ്റവും മാതൃകയായിരിക്കേണ്ടത് അധ്യാപകരുടെ മക്കളാണ്. വളരെ കൂടുതൽ അധ്യാപകരുടെ മക്കളാണ്, മന്ത്രിമാരുടെ മക്കളാണ്. അങ്ങനെ എടുത്താൽ അതുപോലുള്ള രംഗങ്ങളിൽ നിൽക്കുന്നവരുടെ മക്കളാണ്. സ്ഥിതിവിവരക്കണക്കെടുത്താൽ വളരെ കൂടുതൽ ക്രിമിനൽ സ്വഭാവമുള്ള കാര്യങ്ങളിലേക്ക് വളർന്നു വന്നിട്ടുണ്ട്. ഇതിൻ്റെ കാരണം അതാണ്. ഇതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണെന്നല്ല, ഉത്തമന്മാരായ അധ്യാപകരുടെ മക്കൾ വളരെ നല്ലവരായി തീർന്നവർ ഉണ്ട്. ഇത് കുറേ ആളുകൾ. ഇതിൻ്റെ കാരണം അതാണ്. അതുകൊണ്ട് ശിക്ഷാ സമ്പ്രദായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്നേഹം, വാത്സല്യം ഇവയോടുകൂടിയുള്ള ശിക്ഷ. അതല്ലാത്ത ശിക്ഷകളെല്ലാം വാസനകളെ വികലമാക്കും എന്നുള്ളത് കൊണ്ടാണ് സന്യാസി ലളിതമായി, അഹിംസാലുവായി, ഒന്നിനെയും ഹിംസിക്കാതെ സത്യം മാത്രം പറയുന്നവനായി. സത്യമെന്നത് ഹിതമാണ്, ലൗകികമായി. ആത്മീയമായി സത്യമെന്നത് ഏകമാണ്, അത് ആത്മാവാണ്, അല്ലെങ്കിൽ ഈശ്വരനാണ്. വേറൊന്നും സത്യമല്ല. മൂന്ന് കാലത്തിലുമുള്ളത് അത് മാത്രമാണ്. അതിലുറച്ചു നിൽക്കണമെന്ന്. അസ്തേയം, കക്കാതെ. കക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അല്ല ഈ ലോകം എന്നറിയേ, ഇതെൻ്റെയാണെന്ന് തോന്നുന്നതെല്ലാം കളവാണ്. ഞാനെന്നത് ആത്മാവ് മാത്രമാണ്. എൻ്റെ ഇന്ദ്രിയങ്ങൾ എന്നെ വിട്ടുപോകും, എൻ്റെ മനസ്സ് എന്നെ വിട്ടുപോകും, എൻ്റെ ശരീരം എന്നെ വിട്ടുപോകും. ശരീരത്തിന് പുറത്ത് ഞാൻ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രങ്ങളെല്ലാം എന്നെ വിട്ടുപോകും. ഭാര്യ, കുട്ടികൾ, അച്ഛൻ, അമ്മ എല്ലാം വിട്ടുപോകും. എൻ്റേതാണെന്ന് തണ്ടപ്പേർ രജിസ്റ്റർ ചെയ്ത് ഞാൻ വാങ്ങിച്ച് ഭൂമിയും സാധനവും എല്ലാം വിട്ടുപോകും. ഈ കാണായതെല്ലാം എൻ്റെയാണ് എന്ന തോന്നൽ കളവാണ്. യാവത് പ്രിയേത ജഠരം താവത് സ്വത്വം ഹി ദേഹിന അധികം യോ അഭിമന്യേത സസ്തേനഃ ദണ്ഡമർഹതി. ഒരു നേരത്തെ
ഉദരപൂരണത്തിലധികം സമ്പാദിക്കുന്നവൻ കള്ളനാണ്, ശിക്ഷാർഹനാണ്. ആത്മീയ നിയമമാണ്. കാരണം എപ്പോഴാ പോവുക എന്നറിയില്ല. ഇതൊക്കെ എൻ്റേതാണെന്ന് അഭിമാനിച്ച് മേടിച്ചു വയ്ക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് തീരുക. ഇതൊക്കെ അപ്പുറത്തിരിപ്പുണ്ടാവും. ഇത് കണ്ടാൽ അടുത്തവൻ പഠിക്കുമോ? ഇയാൾ പോയി ഇതെല്ലാം സ്വരൂപിച്ചൊക്കെ വെച്ചു, കേവനാണ്, വളരെ മിടുക്കനാണ്, ഇതാ കിടക്കുന്ന ഒരു കിടപ്പ്. അതിന് നമ്മളിതുപോലൊന്നും വെട്ടിപ്പിടിക്കണ്ട എന്ന് വിചാരിക്കുകയില്ല. അപ്പോൾ ഇയാൾ വിചാരിക്കുന്നത് ഞാൻ പോകില്ല, അവൻ പോയെന്നേ ഉള്ളൂ എന്നാണ്. അതുകൊണ്ട് അസ്തേയം, സത്യം, അഹിംസ, അസ്തേയം, ബ്രഹ്മചര്യം, ബ്രഹ്മമാർഗത്തിൽ മാത്രം ചരിക്കുക. ബ്രഹ്മമാർഗത്തിൽ മാത്രം ചരിക്കുന്നത് കൊണ്ടാണ് മറ്റൊന്നിനോടും ചേരാൻ ഇഷ്ടമില്ലാതിരിക്കുക. അതുകൊണ്ടാണ് ഗാർഹസ്ഥ്യമൊക്കെ സ്വീകരിക്കാതിരിക്കുന്നത്. അതിനെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. സെലിബസി, വിവാഹം കഴിക്കാതിരിക്കുക എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം. ആത്മാവിൽ സദാ രമിച്ചുകൊണ്ടിരിക്കുക. അപരിഗ്രഹം, എങ്ങു നിന്നും ഒന്നും സമ്പാദിക്കാൻ തുറയില്ലാതിരിക്കുക. ഇതെല്ലാമാണ് സന്യാസത്തിൻ്റെ ഗുണങ്ങളായി പറയുന്നത്. ഇതെല്ലാം വളരെ വിസ്തൃതമാണ്. ഓരോന്നും എടുത്ത് വിശദമായി പഠിക്കുക എന്ന് പറയുമ്പോൾ വളരെ ദിവസങ്ങൾ നീണ്ട പഠനത്തിന് ഇടയുള്ള സാധനങ്ങളാണ് ഓരോന്നും. പിന്നെ ഏറ്റവും ചുരുക്കിയ വാക്കുകളിൽ ഒതുക്കി പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്തരമൊരവസ്ഥയാണ് സന്യാസം. ഇത് നേരിട്ട് ബ്രഹ്മചര്യ കാലത്ത് നിന്ന് സന്യാസത്തിലേക്ക് പോകാം. അങ്ങനെ പോയവരാണ് നിങ്ങളിൽ അധികവും എന്നാണ്, എല്ലാവരും എന്നാണ് എൻ്റെ ധാരണ. കാരണം ക്രിസ്തീയ വിഭാഗത്തിൽ ഒരു വിഭാഗമല്ലാണ് അതിൽ പോയാലും വിവാഹം കഴിക്കാവുന്നത്. ഇതിൽ കുറച്ച് പേര് മാത്രമാണ്, വളരെ കുറച്ച് പേര് മാത്രമാണ്. മറ്റത് സെലിബസിക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ്, ബ്രഹ്മചര്യാശ്രമത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മറ്റുള്ളതെല്ലാം. അതിൽ ഇതിനെ ചുരുക്കിയെടുത്തിരിക്കുകയാണ് സഭ ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെ മൊത്തം എങ്ങനെ ചുരുക്കിയെടുക്കാം? ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അച്ചടക്കം, ഇതാണ് ക്രിസ്തീയ സഭ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ ധാരണ. എൻ്റെ ധാരണ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതുകൊണ്ടാണ്. ഹിന്ദുക്കളാണ് ഇരുന്നതെങ്കിൽ ക്രിസ്തീയ സഭ ഇതാ സ്വീകരിച്ചിരിക്കുന്നതെന്ന് ഞാനൊന്നും പറയും. കാരണം നിങ്ങളത് കൂടുതൽ പഠിച്ചവരാകുമ്പോൾ ഞാൻ സൂക്ഷിച്ച് സംസാരിക്കണം എന്നുള്ള മര്യാദ കൊണ്ട് പറയുന്നതാണ്. ഇതെല്ലാം അതിനകത്തുണ്ടാവും. ബ്രഹ്മമാർഗത്തിൽ ചരിക്കുക, ബ്രഹ്മചര്യം. രണ്ടാമത്തെ നോട്ടം പോലും ഉണ്ടാകാതിരിക്കുക ഒരു വസ്തുവിനോട്. കാരണം ശ്രദ്ധിച്ചിട്ട് നോക്കിയാൽ അത് പാപമാണ്. യാദൃച്ഛികമായി കാണുന്നതൊന്നും പാപമല്ല. സ്ത്രീയെ, പൂവിനെ, വസ്തുജാലങ്ങളെ ഒക്കെ യാദൃച്ഛികമായി കൺമുമ്പിൽ വരുന്നു. ലക്ഷോപലക്ഷം കാഴ്ചകളാണ് കണ്ണിൻ്റെ മുമ്പിലൂടെ കടന്നു. ആ കാഴ്ചകളൊന്നും മനസ്സിനെ കൊണ്ടുപോകുന്നില്ല, കണ്ടുപോകുന്നേ ഉള്ളൂ. ഒരാൾ ജനിച്ചു മരിക്കുന്നതിനിടയിൽ സ്ത്രീ ലക്ഷക്കണക്കിന് പുരുഷന്മാരെയും പുരുഷൻ ലക്ഷക്കണക്കിന് സ്ത്രീകളെയും കാണുന്നുണ്ട്.
ലക്ഷക്കണക്കിന് വസ്തുക്കളിലൂടെ കടന്നു പോകുന്നുണ്ട്. പല ഭൂമിയിലൂടെയും കടന്നു പോകുന്നുണ്ട്, പല സാമ്രാജ്യങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട്. ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും തീർത്ഥാടനങ്ങൾ വഴിയുമൊക്കെ ഒട്ടേറെ സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നിങ്ങളവിടെ ശ്രദ്ധിച്ചു നോക്കി, ഇവിടെ ഒരു വീട് വാങ്ങിക്കാം എന്ന് വരുന്നത് രണ്ടാമത് നോക്കുമ്പോൾ, എല്ലാ രണ്ടാമത്തെ നോട്ടത്തിൽ ഒരു പൂന്തോട്ടത്തിൽ പൂ നിൽക്കുന്നു, അത് കണ്ടു, അത് അതീവ മനോഹരമാണ്, അത് ഈശ്വരൻ്റെ അതുല്യമായൊരു സൃഷ്ടിയാണ്, അതിന് മധുരമുണ്ടാകുന്നു, അതിന് കയ്പുണ്ടാകുന്നു, അതൊക്കെ ഈ മണ്ണിൽ നിന്ന് ഈശ്വരാത്ഭുതം കൊണ്ടാണ് ഒന്ന് മധുരമായും ഒന്ന് കയ്പായും ഒന്ന് ചുവപ്പായും ഒന്ന് വെള്ളയായും ഒക്കെ ഇരിക്കുന്നത്. ആ ഒറ്റ നോട്ടത്തിൽ ആ ഈശ്വരാത്ഭുതമാണ് നമ്മളിൽ പ്രകടമാകുന്നത്, അത്ഭുതം കൂടുന്നത്. ലോകത്തിലെ സൃഷ്ടി മുഴുവൻ വൈചിത്ര്യമുള്ളത്. അതിലൊന്നിനെ നോക്കി ഈശ്വരനെ മറന്ന് എൻ്റെ പ്രിയമുണരുമ്പോൾ രണ്ടാമത്തെ ദൃഷ്ടിയായി, സെക്കൻഡ് ലുക്ക്, പാപമുണരുകയാണ്, കാമം ആവിർഭവിക്കുകയാണ്, അതിലാഗ്രഹമുണ്ടാവുകയാണ്. അവിടെയാണ് ബ്രഹ്മചര്യം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതിലെ ഒട്ടേറെ കാര്യങ്ങൾ ഒന്നിച്ച് ഇതിൽ സാങ്കേതികമായി സംയോജിപ്പിക്കുന്നു. അച്ചടക്കം, അച്ചിലമരുന്നത് മാത്രമാണ് ആഭരണമായി തീരുന്നത്. അച്ചിലമരാത്ത സ്വർണം വെറും സ്വർണമാണ്. അച്ചിലമർന്നാൽ അത് ആഭരണമാണ്. അത് സ്വയം നിർമ്മിതമായിരിക്കണം. ആരെങ്കിലും അടിച്ചേൽപ്പിക്കുന്ന അച്ചടക്കം നമുക്ക് സമ്മതമാകുന്നു. അതിന് നിഷ്ഠ എന്നാണ് പറയുക. എഴുന്നേൽക്കുന്നതിൽ, ശുചിയാകുന്നതിൽ, പഠിക്കുന്നതിൽ, പഠിപ്പിക്കുന്നതിൽ ഒക്കെ അച്ചടക്കമുള്ളവരാണ്. ജീവിതത്തിലുടനീളം ആ അച്ചടക്കം പാലിക്കുക. അച്ചടക്കം വരുമ്പോൾ അപരിഗ്രഹം വന്നു, അഹിംസ വന്നു, അസ്തേയം വന്നു, എല്ലാം അതിൽ പെടും. അപ്പോൾ ബ്രഹ്മചര്യം, അച്ചടക്കം, അപ്പോ അച്ചടക്കം, ബ്രഹ്മചര്യം, അച്ചടക്കം, ദാരിദ്ര്യം. ഈ ലോകത്തിലുള്ള ഭൗതിക വസ്തുക്കളെ സമ്പാദിക്കാനുള്ള പ്രചണ്ഡമായ ആഗ്രഹമാണ് എല്ലാത്തിനും കാരണമായി തീരുന്നത്. അത് വരാതെ സ്വയം നിർമ്മിതമായ ദാരിദ്ര്യം, എനിക്കിത് മതി, ഇത്രയും കൊണ്ട് ഞാൻ തൃപ്തനാണ്, അത് സ്വയം നിർമ്മിതമായിരിക്കണം, മറ്റൊരാളെ ഏൽപ്പിച്ചതാവരുത്. ദാരിദ്ര്യം സ്വയമേവ സ്വീകരിച്ചതാണെങ്കിൽ, എല്ലാ സൗകര്യവും ഉണ്ടായിട്ടും അത് സ്വന്തമാക്കുന്നില്ലെങ്കിൽ ജീവിതത്തിലെ ധന്യതയാണ്. എനിക്കെല്ലാം ഉണ്ട്, പക്ഷെ അതൊന്നും വേണ്ട, ദരിദ്രനായിരിക്കാം. അതിന് 3 സങ്കേതങ്ങളാണ് പറയുന്നത്. ഒന്ന്, സമ്പത്തിൻ്റെ സമീപത്ത് ദരിദ്രനായിരിക്കുക. 2, സമ്പത്ത് അന്യർ വേണ്ടുവോളം അനുഭവിക്കുന്നത് കണ്ട് സന്തുഷ്ടനായി ജീവിക്കുക. 3, മാനസികമായി സമ്പത്ത് സ്വീകരിക്കുമ്പോഴും താൻ സ്വീകരിക്കുന്നില്ല എന്ന അപേക്ഷാബുദ്ധിയിൽ ജീവിക്കുക. ഇങ്ങനെ 3 സങ്കേതങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സന്യാസം ഏറ്റവും ഉന്നതമായി പോകാം.
ആ വഴിക്ക് നിങ്ങൾക്ക് കേട്ടത് തൃപ്തികരമാണെങ്കിൽ അവയിൽ നിന്ന് നിങ്ങളുടെ ബുദ്ധിക്കും ശക്തിക്കും അനുസരിച്ച് അപഗ്രഥിച്ചിട്ട് അവയിൽ നിന്ന് നല്ലത് സ്വീകരിക്കുവാൻ ഇടയുണ്ടാവട്ടെ. ലോകത്തിലെ സന്യാസ സമ്പ്രദായത്തിൻ്റെയും ബ്രഹ്മചര്യ സമ്പ്രദായത്തിൻ്റെയും അഹിംസയുടെയും ഉച്ഛൃംഖലമായ പാതയിലൂടെ സഞ്ചരിച്ചിട്ടുള്ള പൂർവാചാര്യന്മാരിൽ ശ്രദ്ധേയനായ യേശുവിൻ്റെ അവദാനങ്ങളെ പ്രകീർത്തിക്കുകയും ആ വഴി തിരഞ്ഞെടുക്കുകയും ആ വഴിയെ സഞ്ചരിച്ച് ലോകത്തെ ആ വഴിയെ കൊണ്ടുപോകുവാൻ ഒരുങ്ങുകയും ചെയ്യുന്ന നിങ്ങളോടൊപ്പം കുറച്ച് സമയം ഇരിക്കുവാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി കരുതുന്നു. എനിക്ക് നിങ്ങളെ എല്ലാവരെയും പരിചയമില്ല, തിരുമേനിയെ പരിചയമുണ്ട്. വളരെ കുറച്ച് ആളുകളെ ഈ വഴിയെ പോകുന്നവരെ പരിചയപ്പെട്ടിട്ടുള്ളൂ. എല്ലാ മതങ്ങളിലും, ഹിന്ദു മതത്തിലായാലും ക്രിസ്തു മതത്തിലായാലും ഇസ്ലാം മതത്തിലായാലും ബുദ്ധമതത്തിലായാലും വളരെ കുറച്ച് ആളുകളെ മാത്രമേ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളൂ. കാരണം പഠിക്കാൻ ഗുരുകുലത്തിൽ പോയപ്പോൾ സാമൂഹികമായ തലങ്ങളോടധികം ബന്ധപ്പെടാൻ പറ്റിയിട്ടൊന്നുമില്ല. പിന്നെ അത്തരം കാര്യങ്ങൾ അധികം വായിക്കാനും പോകാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വളരെ കുറച്ച് ആളുകളെ പരിചയപ്പെട്ടു. പരിചയപ്പെട്ടതൊക്കെ വളരെ നല്ല ആളുകളെയാണ്, ഭാഗ്യം കൊണ്ട്. അതുകൊണ്ട് അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകൾ വഴിയും വെളിച്ചവുമായി തീർന്നു. അതുകൊണ്ട് ഞാനിവിടെ വരുവാനും നിങ്ങളോട് ഇത്രയും സംസാരിക്കുവാനും ഇടയായതിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ അവയിലൊന്നും എൻ്റേതല്ല, അവയെല്ലാം പൂർവാചാര്യന്മാരുടേതാണ്. പറയുമ്പോൾ അതിൽ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവ എൻ്റെതാണ്, പൂർവാചാര്യന്മാരുടേതല്ല. നല്ലതായി ഞാൻ എന്ത് നിങ്ങളോട് പറഞ്ഞുവോ അതൊക്കെ എൻ്റെ പൂർവാചാര്യന്മാരുടേതാണ്. ഭാരതീയരും അഭാരതീയരുമായ ഭവാതീതന്മാരായ പൂർവാചാര്യന്മാരുടെ വസ്യത്താണ് അതെല്ലാം. ഞാനാണ് പറഞ്ഞതെന്നുള്ളത് കൊണ്ട് എൻ്റെ അറിവില്ലായ്മ അതിൽ കടന്നുകൂടി തെറ്റുകൾ വരാനിടയില്ല. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റ് നാളെ നിങ്ങൾ അനുഭവിക്കുമ്പോഴോ പഠിക്കുമ്പോഴോ പഠിപ്പിക്കുമ്പോഴോ കണ്ടെത്തിയാൽ ആ തെറ്റുകൾക്കുള്ള ശിക്ഷ എന്നിൽ ഒതുക്കി നിർത്തണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അതിലെ ശരികളെല്ലാം പൂർവാചാര്യന്മാരുടേതാണ്, അതിനുള്ള ബഹുമാനങ്ങൾ അവരുടെ പാദങ്ങളിലായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.